ഛർദി നിന്ന് കഴിഞ്ഞാൽ 12 മണിക്കൂർ വയറിന് റീസെറ്റ് ചെയ്യാൻ വേണ്ടി വരും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ജ്യൂസോ പഴങ്ങളോ കഴിക്കാം. 1-2 ദിവസമെങ്കിലും ജ്യൂസും പഴവും കഴിച്ചിട്ട് മാത്രമേ നിങ്ങൾ വേവിച്ച ഭക്ഷണത്തിലേക്ക് പോകാവൂ. അത്രയും വിഷകരമല്ല എങ്കിൽ ശരീരം വയറിളക്കി കളയാനേ നോക്കുകയുള്ളൂ. കാരണം ശരീരത്തിലെ നിയമം താഴേക്കാണ്, വേഗങ്ങൾ താഴേക്കാണ്. മേലേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാണശക്തി എടുത്താലേ പറ്റുള്ളൂ. അത്രയും വിഷമാണെങ്കിലേ ഛർദ്ദിപ്പിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ ഇപ്പോൾ വയറ്റിൽ ചെന്ന് 2 നല്ല ഭക്ഷണം കഴിച്ചു, പക്ഷേ തമ്മിൽ ചേരാൻ പാടില്ലാത്ത വിരുദ്ധാഹാരമാണെങ്കിൽ വയറ്റിൽ ചെന്നൊക്കെ കുഴപ്പം വന്നു കഴിഞ്ഞാൽ അത് പതുക്കെ ഇളക്കി കളയാനേ നോക്കുകയുള്ളൂ. അപ്പോൾ വയറിളക്കത്തിനും ലൂബ്രിക്കേഷൻ, ജലാംശം കൂടുതൽ ആവശ്യമുണ്ട്. വെള്ളം കൂടുതൽ കുടിച്ച് ഡൈല്യൂട്ട് ചെയ്യണം. നിരവധി ആളുകളെ എനിക്ക് വെള്ളം കുടിപ്പിച്ചും ചാർക്കോൾ കൊടുത്തും രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം രക്ഷിക്കുന്നത് പാരാസ്റ്റമോൾ 18 എണ്ണം കഴിച്ച് ആശുപത്രിക്കാർ രക്ഷയില്ല എല്ലാവരും അറിയിച്ചോളൂ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്. ചാർക്കോൾ കൊടുത്തിട്ടാണ്. പഴം ചിപ്സിനരിയുന്ന പോലെ അരിഞ്ഞ് എണ്ണമയമില്ലാത്തൊരു പാത്രത്തിൽ വെച്ച് കട്ട കരിയാക്കുക. ആ കരിയൊന്ന് കഴിപ്പിച്ച് പുറകെ വെള്ളം കൊടുക്കുക, ചെറിയ ചൂടുവെള്ളം. വിഷാംശങ്ങളെ അത് വലിച്ചെടുക്കും. നിങ്ങളുടെ മുറികളിൽ, നിങ്ങളുടെ ഓഫീസ് റൂമിൽ, നിങ്ങളുടെ കാറിൽ ഈ ചിരട്ടക്കരി സൂക്ഷിക്കണം. കഴിക്കാനെടുക്കേണ്ടത് പഴങ്ങളോ ഗോതമ്പ് പൊടിയൊക്കെ ആവാം. പലരെയും ഞാൻ ഈ ചാർക്കോൾ കൊണ്ട് രക്ഷിച്ചിട്ടുണ്ട്. ഓപ്പറേഷനുകൾ വേണ്ടാന്നുള്ള അവസ്ഥയിൽ മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ, ടോയ്ലറ്റിൽ, ഓഫീസ് റൂമിൽ, കാറിൽ പ്രത്യേകിച്ചും, കാരണം ഈ കാറിൽ ഉപയോഗിക്കുന്ന പന്ന പ്ലാസ്റ്റിക്കുകൾ, അത് ഒട്ടിക്കാനുള്ള ഗ്ലൂ, അതിൻ്റെ ഫാബ്രിക്സൊക്കെ ഹൈലി ടോക്സിക്കാണ്. വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് മുഴുവനും പോയിസണസ് ഗ്യാസ് ഇങ്ങനെ അതിനുള്ളിൽ നിറയും. അതുകൊണ്ട് വെയിലത്തിട്ട് വണ്ടി പോവുകയാണെങ്കിൽ ചില്ല് മഴ വലുതായിട്ടില്ലെങ്കിൽ ചെറുതായി ഒന്ന് താഴ്ത്തിയിടുക. അതല്ല കള്ളന്മാരൊക്കെ ഉള്ളതാണ്, നമ്മൾ അകലേക്ക് പോവുകയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഡോറ് ഡിക്കി സഹിതം തുറന്നിട്ട് കുറച്ച് സമയം മാറി നിന്നിട്ട് മാത്രം ഡോറുകൾ അടച്ച് കാർ ഓൺ ചെയ്ത് ചില്ല് താഴ്ത്തി കുറച്ച് ഓടിച്ചിട്ടല്ലാതെ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അറിയാതെ വരുന്നൊരു അപകടം അതാണ്. അതുപോലെ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബർ പാനലുകളൊക്കെ ഉണ്ട് മുറിയുടെ സീലിങ്ങിന്, വുഡൻ ടൈപ്പായിട്ട് പാനലുകൾ, ഭിത്തിക്കൊക്കെ. ടൈലുകൾ തന്നെ പോളി ടൈലുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരിക്കലും വാങ്ങരുത്, വീട്ടിൽ കൊണ്ടുപോയി വെക്കരുത്. കാരണം വെയിൽ ചൂട് വരുന്നതോടെ ഇതിൽ നിന്നെല്ലാം ഡയോക്സിൻ, താലേറ്റ് തുടങ്ങിയിട്ടുള്ള വിഷവാതകങ്ങൾ, ലോകത്ത് അറിയപ്പെടുന്ന വിഷാംശങ്ങളിൽ ഒരു ഡസൻ എടുത്താൽ അതിൽ ഡയോക്സിൻ ഉണ്ട്. ഡയോക്സിൻ അത്രയും മാരകമായിട്ടുള്ളൊരു വിഷസാധനമാണ്. ഇതൊക്കെയാണ് പ്ലാസ്റ്റിക് കത്തുമ്പോൾ, പ്ലാസ്റ്റിക് വെയിലത്ത് വെച്ച് കഴിഞ്ഞാലെല്ലാം ഉണ്ടാകുന്നത്. അടുക്കളയിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടാകാൻ പാടില്ല. ഡബ്ബകൾ പ്ലാസ്റ്റിക്കിൻ്റെ അത് പാടില്ല. സ്റ്റീലോ അല്ലെങ്കിൽ ചില്ലോ തന്നെ ആക്കണം. അടുക്കളയാണ് ഏറ്റവും കൂടുതൽ ചൂട് കൂടിയൊരു സ്ഥലം. ഒരു തരത്തിലും പ്ലാസ്റ്റിക്കിൻ്റെ സാധനം അടുക്കളയിൽ പാടില്ല. അലൂമിനിയം സാധനങ്ങൾ പാടില്ല. ഹിൻഡാലിയൻ, നോൺ സ്റ്റിക്ക്. സ്റ്റീല് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിൻ്റെ കുക്കർ ഉപയോഗിക്കാം. ചോറിന്, പുട്ടിന്, ഇടിയപ്പത്തിന്. ഒരു കറിയും സ്റ്റീലിൽ തൊടിയിക്കാൻ പാടില്ല. ബ്രോമിയം, നിക്കൽ പോയിസൺ ഇളകും. അലൂമിനിയം ക്യാൻസർ ഉണ്ടാക്കുന്നൊരു ലോഹമാണ്. ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ലിസ്റ്റ് ഉണ്ട്, അത് നിങ്ങൾ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ക്യാൻസർ ലിസ്റ്റ് WHO എന്ന് നോക്കിയാൽ മനുഷ്യ ശരീരത്തിൽ ഉറപ്പായിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്ന ലിസ്റ്റ് കിട്ടും. എന്തൊക്കെ സാധനങ്ങളാണ്? പെയിൻറ്റ്, വാർണിഷ്, അസാത്തിയോപ്രൈൻ, ഒരു 12ഓളം അലോപ്പതി മരുന്നുകൾ, ഇപ്പോഴും ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ക്യാൻസർ ഉണ്ടാക്കുന്ന ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ കാർസിനോജൻ ലിസ്റ്റിലുണ്ട്. അതിൽ പാരാസിറ്റമോൾ പെട്ടിട്ടില്ല. വലിയ താമസമില്ലാതെ മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോള് പാരാസിറ്റമോൾ ക്യാൻസർ മോളായിട്ട് രേഖപ്പെടുത്തപ്പെടും. നിങ്ങൾ നെറ്റിൽ പാരാസിറ്റമോൾ മേ ഇൻക്രീസ് ഹെമറ്റോളജിക് മാലിഗൻസീസ് അല്ലെങ്കിൽ പാരാസിറ്റമോൾ ആൻഡ് ബ്ലഡ് ക്യാൻസർ, കിഡ്നി ക്യാൻസർ, ബോൺ മാരോ ക്യാൻസർ എന്നൊക്കെ അടിച്ചു നോക്കിയാൽ ചില പഠനങ്ങൾ ചാടി വീഴും. Any intake of paracetamol may cause hematologic malignancies, cancers that
affect blood cancer, bone marrow cancer, lymph node cancer, kidney tract cancer and liver cancer എന്ന് കാണാൻ സാധിക്കും. ഒരു ചെറിയ അളവ് പോലും. പക്ഷേ അതിനെ അവർ കൂടുതൽ ശാസ്ത്രീയ പഠനങ്ങൾ കൊണ്ട് മൂടിയിട്ടേക്കുകയാണ്. ഓവർ ഡോസ് കഴിച്ചാൽ, വർഷങ്ങളോളം കഴിച്ചാൽ മാത്രം ഉണ്ടാവുകയുള്ളൂ എന്ന തരത്തിലുള്ള കള്ളശാസ്ത്ര പഠനങ്ങളുമുണ്ട്. നമ്മൾ ഈ ശാസ്ത്രീയ പഠനങ്ങൾ നെറ്റിലൊക്കെ വരുമ്പോൾ സൂക്ഷിക്കേണ്ടത് അവിടെയാണ്. മുട്ട സൂപ്പർ ഫുഡാണ്, പ്രോട്ടീൻ ഭയങ്കര പ്രോട്ടീനാണെന്നൊക്കെ പറഞ്ഞ് നിലവിലുള്ള മുട്ടയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങളിൽ 65% മുട്ടയെ പ്രകീർത്തിക്കുന്ന പഠനങ്ങളാണ്. അമേരിക്കയിൽ PCRM എന്ന് പറഞ്ഞൊരു സംഘടന അവരൊരു പഠനം നടത്തിയിട്ട് പറഞ്ഞു മുട്ട മനുഷ്യ ശരീരത്തിന് യോജിക്കില്ല, പാല് മനുഷ്യ ശരീരത്തിന് യോജിക്കില്ല. അവർ 1.5 ലക്ഷം പേരിൽ പഠനം നടത്തി, 17 കൊല്ലം പഠനം നടത്തിയിട്ടാണ്. ആ പഠനത്തെ സുനാമി പഠനങ്ങൾ കൊണ്ട് മൂടി മുട്ട സൂപ്പർ ഫുഡാണ്, പാല് പോഷക സമൃദ്ധമാണ്. ആ പഠനങ്ങൾ 6 മാസം പഠനം നടത്തി, 100 പേരിൽ പഠനം നടത്തി, 1000 പേരിൽ പഠനം നടത്തി. ഫണ്ട് അവിടെ നിന്ന് കിട്ടി, നെസ്ലെ കൊടുത്തു. മുട്ട കമ്പനികളും പാൽ കമ്പനികളും ഒക്കെ കൊടുക്കുന്ന ഫണ്ട് കൊണ്ടുള്ള പഠനങ്ങൾ, 65% പഠനങ്ങൾ ഫണ്ട് വാങ്ങി പഠനങ്ങളാണ്. ഈ PCRM എന്ന് പറഞ്ഞ സംഘടന ഏത് സംഘടനയാണ്? ഡോക്ടർമാരുടെ സംഘടനയാണ്, സത്യസന്ധരായ ഡോക്ടർമാരുടെ സംഘടനയാണ് PCRM. ഫിസിഷ്യൻസ് കമ്മിറ്റി ഫോർ റെസ്പോൺസിബിൾ മെഡിസിൻ എന്നാണ് അവരുടെ പേര്. 17,000 ഡോക്ടർമാരുടെ സംഘടനയാണത്. അവർ നടത്തിയ നീണ്ടു നിൽക്കുന്ന പഠനത്തിൽ 1.5 ലക്ഷം പേരുടെ നടത്തിയ പഠനത്തിലാണ് മുട്ട മനുഷ്യ ശരീരത്തിന് ചേരില്ല, ഹൃദ്രോഗവും ക്യാൻസറും വരെ ഉണ്ടാക്കും എന്ന് തെളിഞ്ഞിട്ടുള്ളത്. ഈ പഠനങ്ങൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് സമീപിക്കണം. ആര് നടത്തിയ പഠനം, എത്ര പേരിൽ നടത്തിയ പഠനം, എത്ര കാലം നടത്തിയ പഠനം, എത്ര ഫണ്ട് എവിടെ നിന്ന് കിട്ടിയ പഠനം. യൂണിവേഴ്സിറ്റികളുടെ ഫണ്ട് കിട്ടിയതാണെങ്കിലും സർക്കാരിൻ്റെ ഫണ്ടുള്ളതാണെങ്കിലും കുറേയൊക്കെ വിശ്വസിക്കാം. പക്ഷെ അമേരിക്കയിൽ കൊളസ്ട്രോളിനെ കുറിച്ച് പഠിക്കാൻ ഒരു ഗൈഡ് ലൈൻസ് കമ്മിറ്റിയെ വെച്ചു. എല്ലാത്തിനും ഗൈഡ് ലൈൻസ് കമ്മിറ്റി ഉണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്. അവർ കൊളസ്ട്രോളിൻ്റെ അളവ് കുറച്ച് പല പ്രാവശ്യം കുറച്ച് കൊടുത്ത് ഒടുവിൽ 200 ആണെങ്കിൽ മരുന്ന് കഴിക്കണമെന്ന് കൊണ്ടുവന്നു. ആദ്യം 250 ആയിരുന്നു, അത് 240 ആക്കി. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ മരുന്ന് കഴിക്കേണ്ടവരായി. 240 നിന്ന് 220 ആയി കഴിഞ്ഞപ്പോൾ കോടിക്കണക്കിന് ആളുകൾ മരുന്ന് കഴിക്കേണ്ടവരായി. 220 നിന്ന് 200 ആക്കിയപ്പോൾ ശതകോടികൾ മരുന്ന് കഴിക്കേണ്ടവരായിട്ട് പെരുകി. പിന്നെയാണ് പരാതി വന്നത്, ഈ കമ്മിറ്റിയിൽ 9 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 8 അംഗങ്ങളും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്ന്, കൊളസ്ട്രോൾ മരുന്ന് കമ്പനികളിൽ നിന്ന് കാശ് വാങ്ങിയവരാണ്. കൂലി പ്രഭാഷണത്തിൻ്റെ പേരിൽ, അവരുടെ ചില റിസർച്ചിൻ്റെ പേരിൽ. ഇതിൽ 2 പേര് കൊളസ്ട്രോൾ മരുന്നിൻ്റെ സ്റ്റോക്കിസ്റ്റുകളായിട്ട് പിറ്റേ കൊല്ലം തന്നെ മാറി. ഭയങ്കര ഭൂകമ്പം ഉണ്ടായതാണ്. പക്ഷേ കൊളസ്ട്രോൾ അവർ കുറച്ചത് പിന്നെ കൂട്ടിയിട്ടില്ല. ഈ മിനിമം നോർമൽ എന്നൊക്കെ പറയുന്നത്, ഞങ്ങൾ 1 ലക്ഷം പേരെ പരിശോധിച്ചപ്പോൾ അതിൽ ഭൂരിഭാഗം ആളുകൾ 140, 120 അത്രേ ഉള്ളൂ. കുറച്ച് പേര് കൂടിയവരുണ്ടാകും, കുറച്ച് കുറഞ്ഞു നിൽക്കുന്നവരുണ്ടാകും. അത് കൂട്ടാൻ നോക്കിയാൽ, കൂടിയത് കുറയ്ക്കാൻ നോക്കിയാൽ ആ ശരീരം നശിക്കത്തേ ഉള്ളൂ. നമ്മുടെ ശരീരം ആർക്കും മുദ്രപ്പേപ്പറിൽ എഴുതി ഒപ്പിട്ടൊന്നും കൊടുത്തിട്ടില്ല ഷുഗർ 100ന് കൊള്ളി നിർത്താം. ഞാൻ ആദ്യം തായ്ലാൻഡിൽ പോകുമ്പോൾ 2000-ൻ്റെ ആദ്യത്തിൽ ഷുഗർ അവിടെ 120 ഇവിടെ 140 ആ സമയത്ത്. 140 ആണെങ്കിൽ മരുന്ന് തുടങ്ങണം, അവിടെ 120 തുടങ്ങുമായിരുന്നു. 2 കൊല്ലം കഴിഞ്ഞ് പിന്നെ തായ്ലാൻഡിലെ ക്യാമ്പിന് ചെല്ലുമ്പോൾ 110 അവിടെ ചികിത്സ തുടങ്ങിയിരുന്നു. ഇവിടെ അപ്പോൾ 120 തുടങ്ങി. കുറച്ചുകൂടെ കഴിഞ്ഞ് ചെന്നപ്പോൾ 100 ആണെങ്കിൽ തായ്ലാൻഡിൽ മരുന്ന് തുടങ്ങും. ഇപ്പോൾ ഇവിടെയും 100 വന്നോ മരുന്ന് തുടങ്ങുകയാണ്. പ്രമേഹ രോഗിയായി നിങ്ങൾ. ഈ മുഴക്കോല് വളരെ തെറ്റായ മുഴക്കോലാണ്.